എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അലീന റൂമിലേക്ക് വരുമ്പോൾ കൃഷ്ണമോൾ ആ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീനനെ കാണുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, ആരാ ചേച്ചി ഈ പണി ചെയ്ത് വെച്ച്? ആരായാലും ഒരു അടി കിട്ടേണ്ട പണി തന്നെയാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത്. ചേച്ചി ഇത് അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയും അച്ഛനോട് പറഞ്ഞില്ല എന്ന്. അച്ഛനോട് പറയണം, അച്ഛനും കൂടെ അറിയേണ്ട ഈ കാര്യങ്ങൾ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛനോട് നമുക്ക് സമാധാനമായിട്ട് പറയാം. ഇപ്പോൾ നിനക്ക് ഞാൻ നിൻ്റെ സ്പെഷ്യൽ കോഫി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് കുടിക്കാൻ വാ, അല്ലെങ്കിൽ അത് തണുത്ത് പോകുമെന്ന് പറഞ്ഞ് കൃഷ്ണമോളെ വിളിച്ചുകൊണ്ട് അലീന അവിടെ നിന്ന് പോകും കേട്ടോ. പിന്നീട് രാത്രിയിൽ ബാലേന്ദ്രൻ വീട്ടിലേക്ക് വരികയാണ്. ബാലേന്ദ്രൻ വരുന്നത് കാണുമ്പോൾ തന്നെ അലീന ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓടി ചെന്ന് വിശേഷമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ചിന്തയൊന്നും ഇല്ലേന്ന്. അച്ഛൻ എന്നെ 2 ദിവസം മിസ് ചെയ്തു അല്ലേ എന്നിങ്ങനെ അലീന പറയുന്ന സമയത്ത്, എനിക്ക് എങ്ങനെ മിസ് ചെയ്യാനാ, ഞാൻ രാവിലെ ആകുമ്പോൾ ഇവിടുന്ന് പോവില്ലേ, രാത്രി ആകുമ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് പറയും. പിന്നെ അലീനയാണെങ്കിൽ ബാലേന്ദ്രനോട് അച്ഛൻ ഹാപ്പി ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു എന്ന് അവിടെ ഇരിക്കട്ടെ, നീ ഹാപ്പി ആയിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കാണേണ്ടവരൊക്കെ കണ്ടു, കൊല്ലത്ത് പോയി ചിന്നമോളെ കണ്ടു, പിന്നെ രേവതിക്കുട്ടിയുടെ റിലേറ്റീവ്സിനെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആ കഥ ഒരുപാട് പറയാനുണ്ട്, അത് ഞാൻ പിന്നെ പറയാമെന്ന് പറയും. എന്നിട്ട് അലീന ചോദിക്കുന്നുണ്ട്, ഇനി ഞാൻ ഗേറ്റ് അടയ്ക്കട്ടെ, ഇനി ആരും വരാനില്ലല്ലോ എന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയും, ഇനി ആര് വരാനാടി എന്ന് പറഞ്ഞാൽ ചെവിക്കൊരു കറക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ അലീന ഗേറ്റൊക്കെ അടച്ച് അവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ റൂമിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി നിൽക്കുന്ന സമയത്താണ് കൃഷ്ണമോള് അലീനയുടെ ആ ബാഗും തൂക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ബാഗും തൂക്കി പിടിച്ച് നീ എങ്ങോട്ടേലും യാത്ര പോവുകയാണെന്ന്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, ഞാൻ അച്ഛനൊരു കാര്യം കാണിക്കാൻ കൊണ്ടുവന്നതാണെന്ന്. എന്നിട്ട് പിന്നെ അതിൽ നിന്ന് അലീനയുടെ ആ ഡ്രസ്സെല്ലാം എടുത്ത് കീറി മുറിച്ച് വെച്ചിരിക്കുന്നത് എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇത് അലീന ചേച്ചിയുടെ ബാഗാണ്, ഇതിലുള്ളതെല്ലാം അലീന ചേച്ചിയുടെ ഡ്രസ്സുമാണ് എന്ന്. അപ്പോൾ അതെല്ലാം ഓരോന്ന് ബാലേന്ദ്രനെ എടുത്ത് നോക്കുമ്പോൾ അതെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിൽ ആദ്യം മനസ്സിലാവുന്നില്ലേ, ഇതാര് ഇപ്പം ഈ പണി ചെയ്തത്, എലിയാണോ എന്ന് ചോദിക്കട്ടെ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ടായിരുന്നു, അതെ, കത്രിക യൂസ് ചെയ്യാൻ അറിയാവുന്ന എലിയാണെന്ന് പറയട്ടെ. അപ്പോൾ ആരാ ഈ പണി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എന്തായാലും ഞാനല്ല എന്ന് ഇങ്ങനെ കൃഷ്ണമോള് പറയും. പിന്നെ അച്ഛനാണോ എന്ന് ചോദിക്കട്ടോ. നീ ഇപ്പം എന്നെ ചോദ്യം ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നത്, പിന്നെ ആരാ ഈ പണി ചെയ്തത്? എന്തായാലും അലീന എന്നോടല്ലേ ഇത് ആദ്യം പറയേണ്ടത്, അവളെ പോയി വിളിച്ചു കൊണ്ടുപോകാമെന്ന് പറയട്ടോ. അപ്പോൾ ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് അലീനയോട് ദേഷ്യം അവിടെ ബബിതയ്ക്ക് രോഹിത്തിനാണല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ചിലപ്പോൾ രോഹിത്തായിരിക്കും, അവനാണല്ലോ അവളോട് ഭയങ്കര ദേഷ്യം എന്ന് പറയുന്നുണ്ട്. പിന്നീട് താഴെ ചെന്ന് അലീനേനെ വിളിക്കും കേട്ടോ കൃഷ്ണമോള്. അച്ഛൻ ഭയങ്കര ദേഷ്യത്തിലാണ്, അങ്ങോട്ട് ചെല്ല്, മിക്കവാറും വഴക്ക് കിട്ടുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നീ എന്നെ പേടിപ്പിക്കാതെ പോടി എന്ന് പറയും അലീന. എന്നിട്ട് എന്തായാലും മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ ഇവർ സംസാരിക്കുന്ന ബബിത റൂമിൽ ഇരുന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബബിത എന്നിട്ട് കൃഷ്ണമോളോട് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോള് പറയും, അലീന ചേച്ചിയുടെ ഡ്രസ്സെല്ലാം ആരോ കത്രിക വെച്ച് കട്ട് ചെയ്തിരിക്കുകയാണെന്ന്. അത് അച്ഛൻ അറിഞ്ഞോ എന്നിങ്ങനെ ബബിത ചോദിക്കുന്ന സമയത്ത്, അപ്പോൾ അത് ചേച്ചിക്ക് നേരത്തെ അറിയാമായിരുന്നോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ അറിയാനെന്ന് ബബിത പറയുമ്പോൾ, അല്ല, ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ ചേച്ചി ആദ്യം ചോദിക്കേണ്ടിയിരുന്നത് ആരാ അത് അങ്ങനെ ചെയ്തതെന്നല്ലേ, പക്ഷേ ഇത് ചേച്ചിക്ക് അറിയാവുന്ന പോലെയാണല്ലോ ചേച്ചി ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുന്ന സമയത്ത്, ഇനിയിപ്പോൾ ഞാൻ തന്നെയാണെന്ന് ഇരിക്കട്ടെ, അച്ഛൻ എന്താ എന്നെ അടിക്കുമോ? അങ്ങനെ എന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് രാത്രി എന്നെ അവളുടെ എല്ലാ ഡ്രസ്സും ഇതുപോലെ കത്രിക എടുത്ത് കട്ട് ചെയ്ത് വെക്കും, എന്നിട്ട് അവൾ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുടിയും കട്ട് ചെയ്ത് വെക്കും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അത് പറഞ്ഞ ദേഷ്യത്തിൽ ബബിത അവിടെ നിന്ന് പോകും. അപ്പോഴും കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ചോദിക്കുമ്പോഴും ഇങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞേക്കണമെന്ന്. അലീന ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീനയുടെ ആ ഡ്രസ്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, ഇതാരാ ഈ പണി ചെയ്തത് എന്ന്, നീ എന്താ എന്നോട് പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ, എനിക്കറിയില്ല ആരാ അത് ചെയ്തതെന്ന്. ഇനിയിപ്പോൾ വീട്ടിലുള്ളവർ തന്നെയാണോ, വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്തതാണോ എന്നും അറിയില്ല, തെളിവും ഇല്ല, ദൃക്സാക്ഷികളും ഇല്ലല്ലോ അതിന്. ഇനിയിപ്പോൾ ഇതങ്ങനെ പോയിക്കോട്ടെ, എന്നോടുള്ള ദേഷ്യത്തിന് ചെയ്തതാവും, ദേഷ്യം അങ്ങനെ പോവുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ എന്നാണ് കേട്ടോ അലീന പറയുന്നത്. പക്ഷേ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല, ചെറിയ പണിയൊന്നുമല്ലല്ലോ ചെയ്തു വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് ബബിതേനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും അലീനയ്ക്ക് അങ്ങ് ടെൻഷൻ ആവും കേട്ടോ. ബബിതേനെ അടിക്കുമോ അച്ഛൻ, അവളെ ഇങ്ങനെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ മതി എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഇങ്ങനെ അടിക്കും വഴക്കിനും ഒന്നും നിൽക്കണ്ട, അങ്ങനെയാകുമ്പോൾ അവർക്ക് എന്നോടുള്ള ദേഷ്യം കൂടുകയുള്ളൂ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അലീന ഇതൊന്നും പറയുന്നത് അത്രയ്ക്ക് അങ്ങ് ഇഷ്ടമാവുന്നില്ല. ബാലേന്ദ്രൻ കുറച്ച് ദേഷ്യത്തിൽ തന്നെ ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഉപദേശിക്കാൻ വന്നതാണോ എന്ന്. അപ്പോഴേക്കും അലീനയ്ക്ക് മനസ്സിലാവും കേട്ടോ ബാലേന്ദ്രനെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അലീന പറയുന്നുണ്ടായിരുന്നു, അല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും കേട്ടോ. ബബിതേനെ വിളിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് അങ്ങ് ചെല്ലും. കൃഷ്ണമോളാണെങ്കിൽ ഈ സമയത്ത് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ട് എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന താഴെ ചെന്ന് ബബിതയെന്ന് വിളിക്കും. ബബിത റൂമിലായിരിക്കും. അപ്പോൾ ബബിത റൂമിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ നിന്നെ വിളിക്കുന്നുണ്ട് എന്ന് പറയും കേട്ടോ. അങ്ങനെ ബബിത മുകളിലേക്ക് പോവും. അത് കഴിഞ്ഞ് അലീന കൃഷ്ണമോളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, അച്ഛൻ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണമോള്. അതെ, അച്ഛൻ നല്ല ദേഷ്യത്തിലാണ്, ഞാനൊന്ന് തണുപ്പിച്ച് വിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ബബിത അങ്ങോട്ട് തർക്കുത്തരമൊന്നും പറയാതിരുന്നാൽ മതി എന്നിങ്ങനെ അലീന പറയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ബബിതയാണെങ്കിലും ഒരു ടെൻഷനോട് കൂടി തന്നെയാണ് മുകളിലേക്ക് കയറി ചെല്ലുന്നത്. എന്തായാലും ബബിത കയറി ചെന്നിട്ട് അവിടെ ബാലേന്ദ്രൻ്റെ മുന്നിൽ അങ്ങ് നിൽക്കും കേട്ടോ. ബാലേന്ദ്രനാണെങ്കിലും ആ
ഡ്രസ്സും എല്ലാം ആ ബെഡിൽ ഇട്ടിട്ട് ആ ബെഡിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ബബിത മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെല്ലാം അങ്ങനെ അലീനയുടെ ഡ്രസ്സാണ്, ഇതെല്ലാം കത്രിക വെച്ച് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്, ആരാ അത് ചെയ്തതെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കും കേട്ടോ. കുറച്ച് സമയമൊക്കെ ബബിത മിണ്ടാതെ നിൽക്കും. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ബാലേന്ദ്രൻ. അപ്പോൾ ബബിത പറയും ആരാന്നറിയാമെന്ന് പറയും കേട്ടോ. ആരാന്നറിയാം, ആരാ അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ബബിത തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാനാണ് ചെയ്തതെന്ന് കേട്ടോ. നീ എന്ത് പണിയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യമാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനോട് ദേഷ്യമില്ലേടി എന്ന് ഇങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേഷ്യമുണ്ട്, അച്ഛൻ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും അവളെ ഇവിടെ നിർത്തുന്നിടത്തോളം കാലം എനിക്ക് അച്ഛനോടും അവളോടും ഭയങ്കര ദേഷ്യമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയോട് ബാലേന്ദ്രൻ പറയും, എന്നാൽ പിന്നെ നീ പോയിട്ട് കുറച്ച് പെട്രോൾ വാങ്ങിച്ചുകൊണ്ട് വന്ന് എൻ്റെ തല വഴി വെച്ചിട്ട് അങ്ങ് കത്തിക്കുകയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പറയുകയാണ്, അച്ഛനോട് ദേഷ്യം ഉണ്ടെങ്കിൽ നീ എന്താ ചെയ്യേണ്ടിയിരുന്നത്, അച്ഛൻ ഇങ്ങനെ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ വീട്ടിൽ താമസിക്കാതിരിക്കാം, എന്നിട്ട് അങ്ങനെ ഓരോരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ടായിരുന്നു, അലീന ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടിയിരുന്നത്, പക്ഷേ നീ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പറ്റില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ജീവിച്ചോണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, അമ്മ ഇങ്ങോട്ട് വന്നോട്ടെ, അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിവിടുന്ന് അമ്മയുടെ കൂടെ അങ്ങ് പോയിക്കോളാം, അമ്മ വേറെ വീടെടുത്ത് മാറുമ്പോൾ ഞാനും പോയിക്കോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മ അങ്ങനെ ഉരുട്ടി തന്നിട്ടില്ലല്ലോ, ഉരുട്ടാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ താമസിക്കുന്ന സമയത്ത് അച്ഛൻ്റെ ചിട്ടകൾക്കനുസരിച്ച് ജീവിച്ചോണം എന്ന് പറയുന്നുണ്ട്. ബബിത താഴേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, നാളെ നീ കോളേജിലേക്ക് പോകുന്നതിന് മുന്നേ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് അലീനയ്ക്ക് 3 ജോഡി ഡ്രസ്സ് എടുത്ത് കൊടുത്തിട്ട് പോയാൽ മതിയെന്ന്. അപ്പോൾ ബബിത പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ തറപ്പിച്ച് പറയുന്നുണ്ട്, ഇവിടെ താമസിക്കണമെങ്കിൽ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചോണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. തറപ്പിച്ചങ്ങ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബബിത ദേഷ്യത്തിൽ താഴേക്ക് ഇറങ്ങി പോവാണ്. കൃഷ്ണമോളും അലീനയും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അലീനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എന്നെ ഒറ്റ കൊടുത്തല്ലേടി എന്ന് ചോദിക്കുന്നുണ്ട്, നീ എല്ലാ കാര്യം അച്ഛനോട് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീന പറയും, ഞാൻ എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് നന്നാവാൻ വേണ്ടിയിട്ട് ഒരു അവസരം നന്നാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുന്നുണ്ടായിരുന്നു, നിനക്കെല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ, എന്തായാലും എന്നെ നന്നാക്കാനോ ഉപദേശിക്കാനോ നീ വരണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഞാനേ ഉണ്ടാവുള്ളൂ, ഞാൻ ആരാണെന്ന് അറിയാതെയാണ് നീ എന്നോട് ഈ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴും ബബിത പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ജീവിതം നശിച്ച് നാശകോശമായാലും ഞാൻ നിൻ്റെ അടുത്തേക്ക് വരില്ലടി പിശാചി എന്നൊക്കെ പറഞ്ഞ് ബബിത ഭയങ്കര ദേഷ്യത്തിൽ പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. അപ്പോൾ കൃഷ്ണമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ ചേച്ചി കാര്യം, അച്ഛനോട് പറഞ്ഞു കൊടുത്തോ എന്നൊക്കെ ബബിതേച്ചി ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കൃഷ്ണമോളോടും അലീന പറയുന്നുണ്ടായിരുന്നു, ഞാനിങ്ങനെ എറണാകുളത്ത് നിന്ന് വന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കഥകൊക്കെ അടച്ചിട്ട് ഇരിക്കുകയായിരുന്നു, ഇവിടെ ഒരു തേനീച്ച തലേനുണ്ടായിരുന്നു, അവളുടെ ആരവാണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോൾക്കും ആകെ സങ്കടമാവുന്നുണ്ട് കേട്ടോ. ബബിതേച്ചി കൈവിട്ട് പോയോ ചേച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഏതറ്റം വരെ പോയി എന്നൊന്നും അറിയില്ല, എന്തായാലും നമുക്ക് അവളെ ഇങ്ങനെ തിരിച്ചു പിടിക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് പറയുന്നുണ്ട് അലീന കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഞാനില്ലേ കൂടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഹരിനെയാണ് കാണിക്കുന്നത്. ഹരി അവൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഏതൊരു കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് ശരണ്യനെ വിളിക്കണം, എന്നിട്ട് അവളെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തോ പരിപാടിയൊക്കെ കേട്ടോ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ 5 പേരുണ്ട്, രോഹിത്തും വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഏതോ ഒരു കൂട്ടുകാരൻ്റെ വീട് റബ്ബർ തോട്ടത്തിൻ്റെ അവിടെ എവിടെയോ ഉണ്ട് കേട്ടോ, ഒരു ഒഴിഞ്ഞ വീട്, അപ്പോൾ അവിടേക്ക് വിളിക്കാമെന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അവൾ വരുമോ, അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നുമൊക്കെ കൂട്ടുകാർ ചോദിക്കുന്ന സമയത്ത് അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണെന്ന് പറഞ്ഞ് വിളിക്കാം എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവൾ ഇത് വലിയ പണിയാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തോ കോളേജിൽ മയക്കുമരുന്ന് കലർത്തി കൊടുക്കുന്ന കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ ഹരി പറയുന്നത്. ഞാനത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്, വർക്കാവും എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അവളുടെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് അതങ്ങ് പബ്ലിഷ് ചെയ്യും എന്നൊക്കെ പറഞ്ഞാൽ അവൾ കൂടെ നിന്നോളും എന്നൊക്കെയാണ് കേട്ടോ ഹരി അവനോട് പറയുന്നത്. എന്തായാലും ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. രോഹിത്തിനെ വിളിക്കാമെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. പിന്നീട് പ്രൊമോ കാണിക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഹരിയാണെങ്കിൽ രോഹിത്തിനെ വിളിച്ചും പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ബബിതയോട് അലീനയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കോളേജിൽ പോകുന്നതിന് മുന്നേ. അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലും അതൊക്കെ പറയുന്ന സമയത്തും ബബിതയ്ക്ക് ഭയങ്കര ദേഷ്യമൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നീട് അലീനയും ബാലേന്ദ്രനും സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ അവളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൾക്ക് എന്നോടുള്ള ദേഷ്യം കൂടിയേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട, പക്ഷേ അവളുടെ വരവും പോക്കും ഒക്കെ അച്ഛനൊന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ ഇങ്ങനെ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. മിക്കവാറും അലീന ഇന്ന് എറണാകുളത്ത് നിന്ന് തിരിച്ചു വന്നപ്പോൾ തേനീച്ചത്തലേൻ വീട്ടിലുണ്ടായിരുന്ന കാര്യമൊക്കെ ബാലേന്ദ്രനോട് പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല് കാണിച്ചത്.